സോഫ്റ്റ് ചന്തേരി സിൽക്കിൽ നല്ലൊരു ഡിസൈനർ കോൺസെപ്റ്റിൽ വന്നൊരു നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഫുൾ ബോഡിയിലും ആ ഒരു സെൽഫ് വീവിലുള്ള എംബ്രോയിഡറി വർക്കും ബാത്തിക് ഡിസൈനിലും എനിക്ക് സാരി വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ. വളരെ ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ട്രാൻസ്പെറൻസി ഇല്ല, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ് സാരി വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരിക്ക്. ഡബിൾ സൈഡിലും ഒരു ബാത്തിക്കിൽ തന്നെ ആയിരിക്കും ബോർഡർ വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കും കട്ട് വർക്ക് പാറ്റേണിലാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത്. സാരി ത്രൂ ഔട്ട് സാരി ഈ ഒരു സ്റ്റൈലായിരിക്കും വന്നിരിക്കുന്നത്. ഫുൾ അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്കും. അതിന് മിഡിൽ വരുമ്പോൾ കട്ട് വർക്കിലായിരിക്കും വരുന്നത്. ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട് സാരിയിൽ. നല്ലൊരു പേസ്റ്റൽ ഗ്രീനിൽ ആ ഒരു ഗ്രീൻ ടോണിൽ തന്നെയാണ് ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ആ ഒരു വർക്ക് വരുന്നത്. ഗ്രീനിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും അതിന് മിഡിൽ കട്ട് വർക്കാണ് വരുന്നത്. നല്ലൊരു ജാൽ പാറ്റേണിലുള്ള വർക്ക് ആയിരിക്കും ഫുൾ ബോഡി വരുന്നത്. നല്ലൊരു റിച്ച് ലുക്കാണ് അതുകൊണ്ട് തന്നെ സാരിക്ക് കേട്ടോ. അത് ഡിസൈൻ മാറി മാറി വരും ഓരോ വർക്കിന്റെ. സെന്റർ പോർഷൻ വരുമ്പോൾ ഈ ഒരു പാറ്റേണാണ് ജാൽ ഡിസൈനും അതിൽ കട്ട് വർക്കിലുള്ള ഫ്ലോറൽ പാറ്റേണും വരുന്നുണ്ട്. ബാത്തിക് ഡിസൈൻസ് വരുന്ന ഈ ഒരു സ്റ്റൈലായിരിക്കും. അതേ പാറ്റേണിൽ തന്നെയുള്ള സിമ്പിൾ ബോർഡർ. മുന്താണി വരുമ്പോഴും ബാത്തിക് പ്രിന്റിൽ തന്നെയായിരിക്കും വരിക. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. നമ്മൾ ഡ്രീപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കാണ് സാരിക്ക്. ഒരു പാർട്ടി വെയർ മൂഡ്, പാർട്ടി ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാരിയാണ്. സെയിം ഡേ നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും യൂസ് ചെയ്യാം. കംഫർട്ട് വൈസ് ആണെങ്കിലും വളരെ സോഫ്റ്റ് ആണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രീപ്പ് ചെയ്യാം. ഈ ഒരു ചൂട് സമയത്ത് വളരെ ആപ്റ്റ് ആണ് സാരി. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാണ് ഞാനിപ്പോൾ ഡ്രീപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബാത്തിക് ഡിസൈനിന്റെ ബ്ലൗസാണ് ഡ്രീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ ബ്ലൗസ് വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് ബാത്തിക് പ്രിന്റിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതായിരിക്കും മുന്താണിയിൽ ആ ഒരു ബാത്തിക് ഡിസൈൻസ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരും. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. മസ്റ്റേർഡ് യെല്ലോയിലും ബാത്തിക് ഡിസൈനും ഫുൾ ബോഡി ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയിലും കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ സാരിയുടെ ബോഡി വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും ആ ഒരു കട്ട് വർക്ക് ഡിസൈനും ഒരു എംബ്രോയിഡറി വർക്കും വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ. ഞാൻ 1 ലെയറിൽ കാണിക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിന്റെ മിഡിൽ വരുമ്പോൾ കട്ട് വർക്കിലായിരിക്കും ആ ഒരു ഡിസൈൻ വരുന്നത്. കൂടാതെ ബാത്തിക് ഡിസൈൻസ് വന്നിട്ട് സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും ബോർഡർ വരുന്ന സാരിക്ക്. എൻ്റയർ സാരിയും ഇതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും. ഫുൾ ആ ഒരു ത്രെഡ് വർക്കിൽ തന്നെയായിരിക്കും. മസ്റ്റേർഡ് യെല്ലോയിലുള്ള ഒരു ക്രോസ് പാറ്റേൺ, ഡയമണ്ട് പാറ്റേണിൽ ആ ഒരു എംബ്രോയിഡറി വർക്കും അതിലൊരു കട്ട് വർക്കിന്റെ മോട്ടീവ്സും വരുന്നുണ്ട് ഫുൾ ബോഡിയിൽ. മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ടെർക്കോയിസ് ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ടെർക്കോയിസ് ബ്ലൂയിലും അതേ സ്റ്റൈലിൽ തന്നെ ഫുൾ ബോഡിയിലും ഫ്ലോറൽ പാറ്റേണിൽ തന്നെ എംബ്രോയിഡറി വർക്കും കട്ട് വർക്ക് ഡിസൈൻസും വരുന്നുണ്ട്. കട്ട് വർക്ക് വന്നിട്ട് ആ ബാത്തിക് ഡിസൈൻസിലായിരിക്കും ഡബിൾ സൈഡും വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലാട്ടോ. നമ്മൾ വീഡിയോയിൽ അത് കൺവേ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല, ഒന്നുകൂടി ക്ലോസറിൽ കാണിക്കാം. നല്ല പാറ്റേണിലാണ് ഒരു വർക്ക് വരുന്നത് സാരിയിൽ. കണ്ടോ, ഈ ഒരു ടെർക്കോയിസ് ബ്ലൂവിൽ തന്നെ ഫുൾ ആ ഫ്ലോറൽ ഡിസൈൻസും ഫ്ലോറലിന്റെ മിഡിൽ വരുമ്പോൾ കട്ട് വർക്കിലാണ് വരുന്നത്. ഇത് എൻ്റയർ സാരിയിലും ഈ ഒരു വർക്ക് വരുന്നുണ്ടാവും. ബാത്തിക് പ്രിന്റ് സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ബാത്തിക്കിൽ തന്നെ സാരിയുടെ മുന്താണി ഈ ഒരു പാറ്റേണിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഫസ്റ്റ് സാരി ഞാൻ ഡ്രേപ്പ് ചെയ്തല്ലോ ഗ്രീൻ, അതിന്റെ ബ്ലൗസും ഇതേ ഡിസൈനിൽ തന്നെ ആയിരിക്കും അതിന്റെ ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ നല്ലൊരു പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്ന. ബേബി പിങ്കിന്റെ തന്നെ ഒരു ടോൺ ഡാർക്കർ ആയിട്ടുള്ള പിങ്കാണ് വരുന്നത്. ഇതിലും ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയിൽ ആ ഒരു ബാത്തിക് ഡിസൈൻസ് വന്നിട്ട് ഫുൾ ബോഡി ഫ്ലോറൽ കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും. ബോഡിയിൽ കംപ്ലീറ്റ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ വരുന്നത്. ആ ഒരു ജാൽ ഡിസൈൻസും വന്നിട്ട് അതിലൊരു കട്ട് വർക്ക് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വരുന്നത് ബോഡി കംപ്ലീറ്റ്. ബാത്തിക് പ്രിന്റിൽ തന്നെയുള്ള ബോർഡർ. നല്ലൊരു സിൽക്കി ഫിനിഷിൽ വരുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ഷോർട്ട് പല്ലു, ബാത്തിക് പ്രിന്റഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ സോഫ്റ്റ് പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. യെല്ലോയിലും അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ കട്ട് വർക്ക് ഫ്ലോറൽ വർക്ക് തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. യെല്ലോ ടോണിൽ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ഒരു വർക്ക് വരിക. ബാത്തിക് ഡിസൈൻ, മുന്താണി ആ ഒരു പ്രിന്റഡ് പാറ്റേണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. നെക്സ്റ്റ് കളർ ലാവൻഡർ ആണ് സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഇതിലും അതേ പാറ്റേൺ തന്നെയായിരിക്കും. ആ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ആ ഒരു കട്ട് വർക്ക് ത്രെഡ് വർക്ക് വരുന്ന ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് ലാവൻഡർ ആണ് സാരിയുടെ കളർ. ഇതിൽ ഒരു ഓഫ് വൈറ്റിലായിരിക്കും ബാത്തിക് ഡിസൈൻസ്. പല്ലു, ബ്ലൗസ്. ഡീപ്പസ്റ്റ് നേവി ബ്ലൂ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഇതിലും വർക്ക് വരുന്നത് ആ ജോമെട്രിക്കൽ പാറ്റേണിലാണ്. സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്കും കട്ട് വർക്ക് പാറ്റേണിലും ആയിരിക്കും വരുന്നത് സാരി. ബാത്തിക് ഡിസൈൻ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂയിലാണ് സാരിയുടെ ആ ഒരു കോമ്പിനേഷൻ വിത്ത് റണ്ണിങ് ബ്ലൗസ്. മസ്റ്റേർഡ് യെല്ലോ തന്നെയാണ് അടുത്ത സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഇതിൽ ആ വർക്കിന്റെ പാറ്റേണിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം സെയിം തന്നെ, ഫാബ്രിക് വൈസ് എല്ലാം സെയിം തന്നെ, ബാത്തിക് ഡിസൈൻ തന്നെ വരുന്നത്. ഇതിലും ആ ഒരു സെൽഫ് കളറിൽ തന്നെ ഫുൾ ബോഡിയിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. മസ്റ്റേർഡ് യെല്ലോ ടോണിൽ തന്നെ ഈ ഒരു സ്റ്റൈലിലായിരിക്കും. അതിൽ ഈ ഒരു പാറ്റേണിലാണ്
സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഒരു പാച്ച് വർക്ക് പാറ്റേണിലുള്ള വർക്കും വരുന്നുണ്ട്. ഫുൾ ത്രെഡ് വർക്കിലായിരിക്കും സാരി വരുന്നത്. ബാത്തിക് ഡിസൈൻ. ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഒരു ഓഫ് ക്രീമിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കും അതിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസും വന്നിട്ട് ബോഡി കംപ്ലീറ്റ് മസ്റ്റേർഡ് യെല്ലോയിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് ബാത്തിക് പ്രിന്റഡ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സാരിക്ക്. ഇന്നത്തെ നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും നല്ല പാറ്റേണിൽ വന്ന സാരീസ് ആയിരുന്നു എല്ലാം. ലാസ്റ്റ് സാരിയാണ് ലാവൻഡർ തന്നെ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ലൈലാക്ക് ബ്ലെൻഡഡ് ലാവൻഡർ ആണ് ടോൺ വരുന്നത്. വർക്ക് വരുന്നതും ആ ഒരു ലാവൻഡർ ടോണിൽ തന്നെ ബോഡി കംപ്ലീറ്റ് ആ ഒരു സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് ഓഫ് വൈറ്റിലായിരിക്കും ഈ ഒരു ഡിസൈൻസ് വരുന്നത്. അതിൽ വരുമ്പോൾ ഓഫ് വൈറ്റിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരിക. ബോഡി കളർ വരുമ്പോൾ ലാവൻഡറിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബാത്തിക് പ്രിന്റ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. മുന്താണി വിത്ത് റണ്ണിങ് ബ്ലൗസ്.